ഇവിടെ ഭരതും ഭാവനയും കൂടിയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ശ്രമമാണ്. കുറെ നേരമൊക്കെ നിൽക്കേണ്ടി വരുമായിരിക്കും അല്ലേ? ഇട്ടാൽ പെട്ടെന്ന് കിട്ടും. നല്ലൊരു അന്തരീക്ഷം, ഇവിടെയൊക്കെ വരാനും വിശ്രമിക്കാനും ഒക്കെ എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ നെടുങ്കണ്ടത്താണ്. പോലീസ് ഉദ്യോഗസ്ഥരായ ദമ്പതിമാർ രാധാകൃഷ്ണ സാറും ശ്രീകല മാഡവും, അതോടൊപ്പം തന്നെ മക്കൾ രണ്ടുപേര്. മക്കളുടെ പേരെന്താ? ഭാവനയും ഭരത്തും. ഇപ്പൊ എന്താ നമ്മൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇതൊരു പാറക്കുളമായിരുന്നു. പൊട്ടിച്ച് അല്ലേ? പാറ പൊട്ടിച്ച് ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ടായിരുന്നു. അത് മത്സ്യക്കുളമാക്കി മാറ്റിയെന്നത് മാത്രമല്ല, അത് മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി. ആളുകൾക്ക് വന്ന് ഇതിന് നടുവിൽ നിന്ന് ചൂണ്ടയിടാം, അവിടെ വിശ്രമിക്കാം. മുകളിലാണെങ്കിൽ ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വരുന്നു. വളരെ വ്യത്യസ്തമായിട്ട് കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാര്യം എന്താ? ഇങ്ങനെ ഒരു ഓരോ വെറൈറ്റി, നമ്മളിപ്പോഴും വെറൈറ്റികൾ കാണാൻ കിടക്കുന്ന ഒരുപാട് വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അപ്പൊ ഈ പാറക്കുളത്തിന്റെ ഈ വശം എന്ത് ചെയ്തത്? ഇത് ഫെറോസമെന്റ് രീതിയിൽ തേച്ചെടുത്തേക്കാണ്. കമ്പിയിട്ട് ചിക്കൻ മെഷിട്ട് തേച്ചെടുത്തേക്കാണ്. ആദ്യമേ ഒരു ലെയർ പിടിപ്പിക്കും മണ്ണിന്റെ പുറത്ത്. അതിനുശേഷം 6M കമ്പി ഇടും, 6M ഇട്ടിട്ട് അതിനുശേഷം ചിക്കൻ മെഷ് അടിച്ചിട്ട് സാധാരണ ഫെറോസമെന്റ് ആക്കി ഉണ്ടാക്കുന്ന അതേ സിസ്റ്റത്തില്. ഇത് എത്രത്തോളം ഉണ്ട് ഏരിയ? ഇത് 8 സെന്റ് വരും. 8 സെന്റ് ഉണ്ട്. 8 സെന്റ് കുറയാത്തുണ്ട്. 8 സെന്റിലാണ് നിർമ്മിതി. ഇത് പണി ഇതാണ് ഇതാ രീതി. ഓ ശരി. വളരെ സ്വച്ഛ ശാന്തമായിട്ട് നല്ല കാറ്റുമാണ്. വേനയ്ക്ക് നല്ല സുഖമാണ്. മുകളിലും ഉണ്ട്. മുകളിൽ പണി തീർന്നില്ല. ആവനാഴിയിൽ നിന്ന് അമ്പ് വലിച്ചെടുക്കുന്ന പോലെയാണ് ഇവിടെ ചൂണ്ട വലിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വരാറുണ്ടോ? സുഹൃത്തുക്കളൊക്കെ വരാറുണ്ടല്ലേ? അല്ല, ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ബന്ധുക്കളും അത്യാവശ്യം അടുത്ത സുഹൃത്തുക്കളും ഇതുവരെ വ്യവസായമായിട്ട് തുടങ്ങി. ഫർണിഷ് ചെയ്ത് ഒരു നാൾ കൂടി കഴിയേണ്ടി വരും. എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഫണ്ടിന്റെ പ്രശ്നമാണ്. ഇത് ഏതെല്ലാം മത്സ്യങ്ങളുണ്ട്? ഇത് നെട്ടർ, ഗ്രാസ് കാർപ്പ്, റെഡ് തിലാപ്പിയ, ചിത്രലാട തിലാപ്പിയ, പിന്നെ വരാലുണ്ട്. കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരു വർഷം താഴെയായിരുന്നു. കുറച്ച് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട്. ഇതിന് വെള്ളം ഇപ്പൊ അവിടെ നിന്ന് ഒഴുകിയൊക്കെ വരുന്നുണ്ട്. വെള്ളം മഴക്കാലത്ത് കൂടുതൽ വെള്ളം ഒഴുകി വരും അല്ലേ? മഴക്കാലത്ത് പാറകളിൽ വരുന്ന വെള്ളം വരും. അത് ശരിക്കും ഒരു മഴവെള്ള സംഭരണിയും കൂടിയാ. വേനൽക്കാലത്ത് വരുന്ന വെള്ളവും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. മഴവെള്ള സംഭരണിയാണ് ശരിക്കും. ഓ ശരി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൃഷിയിടത്തിന് വാങ്ങിക്കാം. ഇതിന് അതിനുള്ള സംവിധാനം ചെയ്യാം. ഇതിന് മീൻകുളത്തിന് നല്ല വളമാണ്. പറമ്പിലടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ പല ഉപയോഗത്തിലാണ്. ഇപ്പൊ ഗ്രാവിറ്റി ആയിട്ട് തന്നെ വെള്ളം വരും. പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ കുളം വന്നാലും ഓർഫോ അതിലെ പൊക്കോളും, കവിഞ്ഞു പോകില്ല. അവിടെ അതിനൊരു ഇതുണ്ട്. പിന്നെ ഇതെല്ലാം വെള്ളം പറ്റിക്കാനുള്ള ഓസുകൾ. ഒന്നിനും പൈസ കറണ്ട് ചെലവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട്. അതെ, വേനയ്ക്ക് 6 പറ്റിയിട്ട് ഇതൊരു 2.5 അടിയേ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്റ്റോക്ക് ഉണ്ട്. ശരി. എല്ലാവരും പറ്റിയാലും പറ്റാത്തൊരു പറ്റുന്നില്ല. ഇതിന്റെ വിളവെടുപ്പ് എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് നടത്താം? ശരിക്കും ഒരു 7 മാസം അല്ല, ഇപ്പം 1 കിലോ ഒക്കെ 1.5 കിലോ ഒക്കെ ഉള്ള മീനുകളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരുമിച്ച് ഇടാൻ പറ്റാത്ത ചില മീനുകളുണ്ടല്ലോ. ഇതിപ്പോ അത് പക്ഷെ പൊതുവെ ഇട്ടങ്ങ് ശീലിച്ചാൽ കുഴപ്പമില്ല. പിന്നെ കൊടുക്കുന്നത് അത് ഞങ്ങള് ഇരട്ടയർ ഇടത്ത് പോയാണ് അത് പിന്നെ മനസ്സിലാക്കി. അവിടെ എല്ലാം ഇതുണ്ട്. എത്ര ഐറ്റം ഉണ്ട്? ഇതിനകത്ത് 5-6 ഐറ്റം ഉണ്ട്. 6 ഐറ്റം. പക്ഷെ കുറെ കുഞ്ഞുങ്ങളെയൊക്കെ കുറെ കുഞ്ഞുങ്ങളെ പിടിക്കും. പക്ഷെ അതൊക്കെ ഒരു നാച്ചുറലായിട്ട് കുറെ നാൾ കഴിയുമ്പോൾ അത് ഇതായി പൊരുത്തപ്പെട്ട് പൊക്കോളും. മിക്സ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വരാൽ 1 കിലോ ഉള്ള വരാലൊക്കെ ഉണ്ട്. നോക്കിയിടുന്ന ഇതിനിടയ്ക്ക്. എവിടെ എപ്പോഴും വർക്ക് ചെയ്യുന്നത്? ഞാൻ കട്ടപ്പന ട്രാഫിക്കിലെ അഡീഷണൽ എസ് ആണ്. വൈഫ് കമ്മമ്പട്ട് സ്റ്റേഷനിലെ എസ് ആണ്.